പവിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നന്ദിനി വിനായകനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇത് കേട്ടപ്പോഴേക്കും ഞെട്ടുന്നത്? നിങ്ങൾക്കറിയാമോ ഇതാരാണെന്ന് ചോദിക്കും. ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ വിനായകൻ ഒന്നിങ്ങനെ പതറുന്നുണ്ടെങ്കിലും വിനായകൻ ഇങ്ങനെ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് നന്ദിനി പറയുന്നത്? എനിക്കെങ്ങനെ അറിയാനാന്ന് ചോദിക്കാട്ടോ. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് വേദക്ക് വിനായകന്റെ കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങും. പിന്നീട് അങ്ങനെ വിക്രം ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് മാഷിനെയും കമലമ്മയെയും കാണും. വിക്രം അങ്ങോട്ടേക്ക് വന്നതറിയാതെ മാഷും കമലമ്മയും അമ്പലത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്തായിരിക്കട്ടെ അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പുറകെ തന്നെ മറ്റൊരാൾ വരുന്നത്. കമലമ്മയും മാഷിനെയും ഫോളോ ചെയ്തുകൊണ്ട് നടക്കുന്ന വിക്രം അവരെ കാണുന്നുണ്ട്. എന്നാൽ മാഷിനെയും കമലമ്മയും ആക്രമിക്കാൻ വന്ന ആൾ വിക്രമിനെ കാണുന്നുണ്ട്. വിക്രമിനെ പെട്ടെന്ന് കമലമ്മ കണ്ട ഉടനെ തന്നെ കമലമ്മക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്നിട്ട് ചോദിക്കുന്നതിന്, മോൻ എപ്പോഴാ വന്നേ? കുളിച്ചിട്ടാണോ മോൻ വന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ വിക്രം പറയും, ഇല്ല അമ്മേ, ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, അമ്മയും അച്ഛനും അമ്പലത്തിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോഴേക്കും ഞാൻ നിങ്ങളുടെ പുറകെ വന്നതാണെന്ന് പറയും. വിക്രമിനെ കാണുന്ന സമയത്ത് തന്നെ മാഷ് ഭയങ്കര ദേഷ്യത്തിലാണ്. വിക്രം അവിടെ വന്നത് ഇഷ്ടപ്പെടാതെ മാഷ് ഇങ്ങനെ കമലോട് ചോദിക്കുന്നുണ്ട്, കമലെ നീ വരുന്നുണ്ടോ വീട്ടിലേക്ക് എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്നങ്ങ് കൊണ്ടുപോകുന്ന സമയത്തായിരിക്കട്ടോ മാഷിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അഭിഷേകിൻ്റെ ആൾക്കാർ വരുന്നത്. എന്നാൽ പെട്ടെന്ന് വിക്രം അത് കാണുന്നുണ്ട് എന്ന് മാത്രമല്ല മാഷിനെയും കമലമ്മയും അവരിൽ നിന്നങ്ങ് തടഞ്ഞു നിർത്തും. പെട്ടെന്ന് തന്നെ ആക്രമിക്കാൻ വന്ന ആൾക്കാരെ കണ്ടുകൊടുത്തിട്ട് കമലമ്മയും മാഷും ആകെ ഇങ്ങനെ ഭയന്ന് വിറച്ച് നിൽക്കുമായിരിക്കും. അച്ഛനെയും അമ്മയും ആക്രമിക്കാൻ വന്ന ആളെയൊക്കെ ഇങ്ങനെ അടിച്ചൊതുക്കുന്നുണ്ട് കേട്ടോ വിക്രം. എന്നിട്ട് വിക്രം അവരോട് പറയുന്നുണ്ട്, ഇനി എങ്ങാനും എൻ്റെ വീട്ടുകാരെ തൊട്ട ആ കൈ ഞാനങ്ങ് വെട്ടിയെടുക്കും. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് സഹിക്കാൻ കഴിയാതെ മാഷും കമലമ്മയും അവിടെ നിന്നും ഓട്ടോയിൽ കയറി പോകുന്ന സമയത്തിന് വിക്രമും അവരെ പുറകെ ബൈക്കിലും പോകും. വീട്ടിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം കമലമ്മയും മാഷും ഭയങ്കര ദേഷ്യത്തോടു കൂടി ആയിരിക്കട്ടോ വിക്രമിനെ നോക്കുന്നത്. എന്നാൽ ഇവരൊക്കെ കാത്തുകൊണ്ട് വേദ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അമ്പലത്തിൽ നിന്ന് ഇവരെല്ലാം തിരിച്ചു വരുന്ന സമയത്തിന് ശ്രീജയും നന്ദിനിയും വിശ്വനും അങ്ങനെ വിനായകനെല്ലാം തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. അവരെ കണ്ട ഉടനെ വേദ വളരെ സന്തോഷത്തോടു കൂടെ പറയുന്നത്, ഞാനാണ് വിക്രമിനോട് അമ്പലത്തിലേക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞത് എന്ന് പറയും. ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചതല്ലേ, അതുകൊണ്ടാണ് വിക്രം അങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുന്ന സമയത്ത് മാഷ് അങ്ങ് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, മതി, നിർത്ത് നിന്റെ സംസാരം. നിനക്കിനി എന്താ വേണ്ടത്? രാവിലെ നല്ലൊരു ദിവസമായിട്ട് കാണാൻ പാടില്ലാത്ത കാഴ്ചയാണ് കൺമുന്നിൽ കണ്ടത്. കുട്ടിയും ഇവനും ചേർന്നിട്ട് ഞങ്ങൾക്ക് ഈ ജീവിതകാലം മുഴുവൻ ഒരു സ്വസ്ഥത തരില്ല അല്ലേ? ഇവൻ മറ്റുള്ളവരെയൊക്കെ തല്ലി ചതുക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അതിനെല്ലാത്തിനുള്ള ഇടവരുത്തിയത് കുട്ടിയാണ്. അതുകൊണ്ട് അവസാനമായിട്ട് ഇനി ഞാൻ കുട്ടിയോടൊരു കാര്യം പറയാം. എൻ്റെയും കമലയുടെയും കാര്യത്തിൽ കുട്ടി ഇനി ഒരിക്കലും ഇടപെടരുത് എന്ന് പറയട്ടെ മാഷ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത് എന്നിങ്ങനെ വേദക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് തന്നെ മാഷ് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവും. ഈ ഒരു സംഭവത്തിൽ നിന്നെല്ലാം തന്നെ വിനായകന് മനസ്സിലാവുന്നുണ്ടോ അഭിഷേകിൻ്റെ ആൾക്കാർക്കെല്ലാം ഇതിൽ പങ്കുണ്ടെന്ന്. വിനായകൻ ഒന്നും മിണ്ടാതെ ഇതെല്ലാം അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും. വേദ വന്നിട്ട് കമലമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ ശരിക്കും എന്താ സംഭവിച്ചത്, എന്താ ഉണ്ടായതെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ വിക്രം വേദയോട് പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞിട്ട് പോയത് നീയും കേട്ടതല്ലേ. ഇവരുടെ കാര്യത്തിൽ നീ ഏതായാലും ഇനി ഇടപെടാനൊന്നും നിൽക്കണ്ട. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ നീ ഇവിടുത്തെ ആറടി എല്ലാത്തിലും കയറിങ്ങ് തലയിട്ടോളും എന്നൊക്കെ പറഞ്ഞ് വേദയോടങ്ങ് ദേഷ്യപ്പെടുകയാണ് വിക്രം. വേദ വീണ്ടും കമലമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ കാര്യം, മാഷി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവാൻ കാരണം എന്താണെന്ന് ചോദിക്കുകയാണ് വേദ. ഇത് കേട്ടുകൊണ്ട് തന്നെ കമലമ്മ ഇങ്ങനെ വേദയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്നലെ ഞങ്ങളെ ആക്രമിക്കാൻ വന്നവരാണെന്ന് തോന്നുന്നു. ഇന്ന് ക്ഷേത്രനടയിലും വെച്ചിട്ട് അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ വിക്രം വന്നിട്ട് ഞങ്ങളെ രക്ഷിച്ചു. അവരെയൊക്കെ അങ്ങ് അടിച്ചൊതുക്കി. ഞാനും മാഷൊക്കെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. ഇനി എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് അറിയില്ല ഭഗവാനെ. ഇന്നത്തെ നല്ലൊരു ദിവസമായിട്ട് മാഷിൻ്റെ സ്വസ്ഥതയും പോയി. എല്ലാത്തിനും കാരണം ഇവൻ ഒറ്റൊരുത്തനാണ് എന്നൊക്കെ പറഞ്ഞ് വിക്രമിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കട്ടെ കമലമ്മ അവിടെ നിന്നും പോകുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ വേദ ഭയങ്കര ദേഷ്യത്തിൽ വിക്രമിനെ ഇങ്ങനെ നോക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് വിനായകൻ ഒന്നും അറിയാത്തതുപോലെ വിക്രത്തിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, വിക്രം, നിനക്കറിയാവുന്ന ആളാണോ അച്ഛനെയും അമ്മയെയും ആക്രമിച്ചത് എന്ന് ചോദിക്കും. ആരാന്ന് നിനക്ക് വല്ല പിടിയുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട്, ആ അഭിലാഷിൻ്റെ ഗ്യാങ്ങാണ്. ആ ഇൻസ്പെക്ടർ തന്നെയായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിൽ. അതുമാത്രമല്ല അവളുടെ ചേട്ടൻ്റെ വലം കൈയല്ലേ അങ്ങേര്. കാശ് കൊടുത്ത് എന്നെ എങ്ങനെയെങ്കിലും ജയിലിലടക്കാൻ വേണ്ടി നടക്കുന്നവരല്ലേ അവർ. അതെല്ലാം പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതും. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് വിനായകന് ശ്രീകാന്തിനോട് ഭയങ്കര അങ്ങ് ദേഷ്യം വരും. ദേഷ്യം വന്നിട്ട് വിനായകൻ അങ്ങ് അകത്തേക്ക് പോകുന്ന സമയത്ത് നന്ദിനിക്കും എന്തോ ഒരു സംശയം തോന്നിക്കൊണ്ട് നന്ദിനിയും വിനായകൻ്റെ പുറകെ പോവും. ഇതേ സമയത്ത് വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞിട്ട്, എന്ത് പ്രശ്നമുണ്ടായാലും എല്ലാം എൻ്റെ വീട്ടുകാരുടെ തലയിലേക്ക് കൊണ്ടുപോയി വെക്കേണ്ട നിങ്ങൾ ആ ശ്രീനിവാസൻ സാറിൻ്റെ വലം കൈയല്ലേ പാർട്ടിയിലെ ഉയർന്ന നേതാവ്. അയാൾക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നതും. നിങ്ങളുടെ ഒരു പാർട്ടി അവർക്കൊക്കെ വേണ്ടിയിട്ടില്ലേ നിങ്ങൾ ഇങ്ങനെ എപ്പോഴും തമ്മിൽ തല്ലാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ച് വിക്രമിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് വേദ. സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള കൊതുകുകളൊക്കെ ഉണ്ടാക്കുന്ന വെള്ളക്കെട്ടാണ് പ്രോഗ്രസീവ് പാർട്ടി. ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട് വേദയുടെ നേർക്കങ്ങ് കഴിച്ചുകൊണ്ടുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, എന്താ ഞാൻ പറയുന്നതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടോ? അതെ, ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. നിങ്ങൾ നേരും നേരെയും നോക്കിയിട്ടാണോ ഈ പ്രവർത്തിക്കുന്നത്? ഈ പാർട്ടി സത്യം പറഞ്ഞാൽ ശ്രീനിവാസൻ സാറിനെ പോലുള്ളവർക്ക് ഗുണം തന്നെയാണ്.
പക്ഷേ നിങ്ങൾക്കോ, നിങ്ങൾ അയാളുടെ താളത്തിനൊത്ത് തുള്ളുന്ന വെറും ഒരു പാവ മാത്രമാണ്. ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് വിക്രം ഇങ്ങനെ തരിച്ചു കയറാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടി നിനക്ക് എന്തറിയാൻ വേണ്ടി ഞങ്ങളുടെ പാർട്ടീനെ കുറിച്ച്? ശ്രീനിവാസൻ സാർ ഈ നാട്ടുകാർക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നീതിയും ന്യായവും ഒക്കെ നോക്കാറുണ്ട് എന്നൊക്കെ പറയും. അല്ലാതെ നിന്റെ ആ ചേട്ടനെ പോലെ എല്ലാവരെയും പറ്റിച്ച് ജീവിക്കല് ചെയ്യുന്നത്. ഒന്ന് പോടി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച് അവിടെ നിന്നങ്ങ് പോവാണ് വിക്രം. വിക്രം അവിടെ നിന്ന് നേരെ പോകുന്നത് ശ്രീനിവാസൻ സാറിൻ്റെ അടുത്തേക്കായിരിക്കും. ശ്രീനിവാസൻ സാറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയും. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ശ്രീനിവാസൻ സാറ് പറഞ്ഞിട്ട്, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട വിക്രം, നിനക്കും നിന്റെ വീട്ടുകാർക്കും ഒന്നും തന്നെ സംഭവിക്കില്ല. ഞാൻ ഏതായാലും അവനെ ഒന്ന് കാണുന്നുണ്ട്, ആ അഭിലാഷിനെ. അവന് നന്നായിട്ട് അറിയാം ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നതെന്ന്. അവൻ ഒരിക്കലും ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. ആ ഐയും പിന്നെ ആരൊക്കെയോ അവൻ്റെ പുറകിലുണ്ട്. അതേതായാലും ഉടനെ തന്നെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. നീ ധൈര്യമായിട്ട് പോ വിക്രം, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു എന്നിങ്ങനെ ശ്രീനിവാസൻ സാറ് പറയുന്ന സമയത്തന്നെ വിക്രം പറയുന്നുണ്ട്, എനിക്ക് നേരെ എത്ര വേണമെങ്കിലും ആക്രമം ഉണ്ടായിക്കോട്ടെ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ എൻ്റെ വീട്ടുകാരെ തൊടാൻ വന്ന അവരുടെ കൈ ഞാൻ അങ്ങ് വെട്ടിയെടുക്കും സാർ. അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തായിരിക്കട്ടെ അഭിലാഷ് ഇങ്ങനെ ബൈക്കിൽ വരുന്നത്. ശ്രീനിവാസൻ സാർ അഭിലാഷിന്റെ ബൈക്കിന്റെ കുറുകെ വന്നിട്ട് വണ്ടി നിർത്തും. ശ്രീനിവാസൻ സാർ അഭിലാഷിന്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്, നീ കളിച്ച് കളിച്ച് ഇപ്പോൾ വീട്ടുകാർക്ക് നേരെയായോ നിന്റെ കളിയെന്ന് ചോദിക്കും. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ് നിന്നെ പറഞ്ഞേൽപ്പിച്ചേക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? നിനക്ക് എന്നെ ശരിക്കും അറിയാമല്ലോ. ഞാനൊന്ന് വിചാരിച്ചാൽ പിന്നെ നീ ഒരിക്കലും പുറലോകം കാണില്ല. നീ പിന്നെ ജീവിതകാലം മുഴുവൻ ജയിലിലായിരിക്കും. ജീവിതകാലം മൊത്തം നിനക്കങ്ങ് ജയിലിൽ കിടക്കേണ്ടി വരും. എന്താ അത് വേണമെന്ന് ചോദിക്കുന്ന സമയത്തിന് അഭിലാഷ് പറയുന്നുണ്ട്, സാർ ചുമ്മാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞിട്ട് വെറുതെ പേടിപ്പിക്കാതെ സാർ. സാറിനേക്കാൾ മുകളിലുള്ള ആൾക്കാരൊക്കെ എൻ്റെ കൂടെയുണ്ട്. സാറിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സാർ അങ്ങ് ചെയ്യേ. വെറുതെ എന്നെ പേടിപ്പിക്കാനൊന്നും വരണ്ട. ആ വിക്രമിനെയും അവൻ്റെ വീട്ടുകാരൊക്കെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അവൻക്ക് പൊള്ളണമെങ്കിൽ അവൻ്റെ വീട്ടുകാർക്കങ്ങ് വേദനിക്കണം. അത് ഞാൻ ചെയ്തിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ അഭിലാഷ് അവിടെ നിന്നങ്ങ് പോകുന്നത്. എന്നാൽ അഭിലാഷിന്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ശ്രീനിവാസൻ സാർ ഒട്ടും സഹിക്കുന്നില്ല എന്ന് മാത്രമല്ല ദേഷ്യം പിടിച്ച് നിൽക്കുമായിരിക്കും. എന്നാൽ തൻ്റെ അനിയൻ വിക്രമിന് നേരെ ഇങ്ങനൊരു ആക്രമണം ഉണ്ടായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിനായകൻ നേരെ ശ്രീകാന്തിനെ അന്വേഷിച്ച് ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് ചെല്ലാണ്. ശ്രീകാന്ത് ആകെ ടെൻഷനോട് കൂടെ നോക്കുന്നുണ്ട്, ഇനി ഒരു പക്ഷേ ജസ്റ്റിസ് ശങ്കരനാരായണൻ ശ്രീകാന്തിന്റെ അച്ഛൻ എങ്ങാനും കാണുന്നുണ്ടോ എന്ന്. അച്ഛൻ അവിടെ ഒന്നുമില്ല ഉറപ്പ് വരുത്തിയതിനു ശേഷം ശ്രീകാന്ത് നേരെ വിനായകന്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാ വിനായക നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? അച്ഛൻ കണ്ട പ്രശ്നമാവും, ഞാൻ നിങ്ങളെ വിളിച്ചോളാമെന്നൊക്കെ പറയട്ടെ ശ്രീകാന്ത്. നിങ്ങളിപ്പോൾ പോ, നമുക്ക് പിന്നീട് സംസാരിക്കാമെന്നൊക്കെ ശ്രീകാന്ത് പറയുന്ന സമയത്തിന് വിനായകൻ പറയുന്നുണ്ട്, ഞാൻ ചുമ്മാ വന്നതൊന്നുമില്ല, എനിക്ക് 2 വാക്ക് പറയാനുണ്ടെന്ന് പറയും. പോക്കിരിത്തരം കാണിക്കുന്നതിനൊക്കെ ഒരു അതിരുണ്ട്. നിങ്ങളുടെ അനിയത്തിയുടെ കാര്യത്തിൽ മാത്രമേ നമ്മൾ തമ്മിലൊരു ഡീലുള്ളൂ. എൻ്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, എൻ്റെ അച്ഛനും അമ്മക്കും എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഈ വിനായകനാ പറയുന്നത്, നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പുറകിലെ എന്ന കാര്യം എനിക്ക് നന്നായിട്ടറിയാം. ഇനി ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ വിക്രമിനോട് വിളിച്ചു പറയും. പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. നീ വെറുതെ എനിക്കിട്ട് പണിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കും വിനായകൻ അവിടെ നിന്നങ്ങ് പോകുന്നത്. എന്നാൽ ഇവരുടെ സംസാരമെല്ലാം കേട്ടുകൊണ്ട് തന്നെ ശങ്കരനാരായണൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീകാന്ത് ഇങ്ങനെ തിരിയുന്നതോടുകൂടി ആയിരിക്കും ശങ്കരനാരായണനെ കാണുന്നത്. അച്ഛനെ കണ്ടുകൊണ്ടതിന് ശ്രീകാന്ത് ആകെ ഇങ്ങനെ പേടിച്ച് വരച്ച് ഷോക്കായി നിൽക്കുമായിരിക്കും. ശങ്കരനാരായണൻ ഉടനെ തന്നെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കാരണം നോക്കി ഒരൊറ്റ നങ്ങ് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ ഞാൻ അറിയാതെ നീ എന്തൊക്കെയാണ് ഈ ചെയ്തു കൂട്ടുന്നത്? അവരെ വീട്ടുകാരെ തൊടാനൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞു. അവരുടെ വീട്ടുകാരെ വെച്ചിട്ടൊന്നും നിന്റെ കളി വേണ്ട. അവൻ അനുഭവിക്കേണ്ടത് അവൻ ചെയ്ത തെറ്റുകൾ കൊണ്ട് തന്നെയായിരിക്കണം. അല്ലാതെ അവൻ്റെ വീട്ടുകാരെ ഒരിക്കലും അതിലേക്ക് വലിച്ചിഴക്കേണ്ട. എന്താ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നതെല്ലാം എന്ന് ചോദിച്ച് ശങ്കരനാരായണൻ ഇങ്ങനെ ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുകയാണ്. എടാ മേലാൽ ഇനി ഇത് ആവർത്തിച്ചേക്കരുത് എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് ശങ്കരനാരായണൻ പറയുന്ന സമയത്തിന് ആകെ പേടിച്ച് വരച്ചിങ്ങനെ നോക്കി നിൽക്കുന്ന ശ്രീകാന്തിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.